ഹായ് കൂട്ടുകാരെ, ഇന്ന് 4 മണിക്ക് കഴിക്കാനായിട്ടൊരു സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് പപ്പടം കൊണ്ടൊരു സ്പെഷ്യൽ പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പപ്പടത്തിൻ്റെ കൂടെ ബാക്കി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരു വലിയ കിഴങ്ങും ഒരു ക്യാരറ്റും കൂടെ തൊലിയൊന്നും കളയാതെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു പിടി ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു സവോളയും കൂടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി കുരുകുര അരിയണം. ഈ കിഴങ്ങും ക്യാരറ്റും തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ചു എടുക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിന് പകരം ഒരു 1/4 സ്പൂൺ പെരുംജീരകമാണ് നമ്മളൊന്ന് ആദ്യം വറുത്തെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്ര സാധനം ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ച സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് പണി കഴിയും. ഒന്ന് മൂത്ത് വരട്ടെ. ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇതുകൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. മസാലയൊക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ എടുത്ത സ്പൂൺ ഇതാണ്, ടീസ്പൂണും അല്ല, അതിലും ചെറിയ സ്പൂണിനാണ് ഗരം മസാലയൊക്കെ എടുത്തേക്കുന്നത്. ഒരുപാട് കൂടി പോകരുത്, ഉപ്പിൻ്റെ അളവും കൂടി പോകരുത്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉടച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കിഴങ്ങ് കൂട്ടിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉടച്ചു വെച്ച കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ കൂടി ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പലഹാരത്തിനുള്ള മസാലക്കൂട്ടപ്പോൾ റെഡിയായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം. ഇനി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു പപ്പടം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പടത്തിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു സ്പൂൺ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ ഒതുക്കി ഒരു സ്പൂൺ ഫില്ലിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പപ്പടം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുക്കുന്നത് ഇവിടെ ഒരു സ്പൂൺ മൈദ ഞാനൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ച് നമുക്ക് ഈ സൈഡ്, പപ്പടത്തിൻ്റെ സൈഡ് ഒന്ന് നനച്ച് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മൈദ മാവ് കലക്കിയത് തേച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ച് യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചുറ്റുമായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മടക്കി ഒട്ടിച്ചെടുക്കാം. ചട്ടി ചൂടാക്കി എണ്ണയും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പട സ്നാക്ക് ഓരോന്നാക്കി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. രണ്ട് വശം അല്പം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് കാണാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പപ്പടം കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് ഫില്ലിംഗ് ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നത്തേ ഇല്ല. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അടിപൊളി ടേസ്റ്റാണിത്. ഞാനിത് പലതവണ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. ട്രൈ ചെയ്ത് നോക്കേണ്ടവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.